വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയും ട്വിസ്റ്റുകളും വരും ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. കൃഷിന് ആരായിരിക്കും ജാമ്യത്തിലെടുക്കുക? മിക്കവാറും അതൊരു സർപ്രൈസ് തന്നെയായിരിക്കും. ഇന്നത്തെ എപ്പിസോഡിൽ അന്നേരം കാണിക്കുന്ന പോലീസിനെ ആക്രമിച്ചു എന്ന കുറ്റം ആരോപിച്ചുകൊണ്ട് കൃഷ്ണനെ പോലീസ് ബലമായിട്ട് അറസ്റ്റ് ചെയ്ത ജീപ്പിൽ കയറ്റിക്കൊണ്ട് അവിടുന്ന് പോവുകയാണ്. എന്നാൽ ഇതെല്ലാം നിറകണ്ണുകളോടുകൂടി കൺമണി നോക്കി കാണുകയാണ്. കൺമണിക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെ കൃഷ്ണ കൺമണിയുടെ കല്യാണം മുടക്കിയെങ്കിലും പോലീസ് കൃഷ്ണനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. എന്നാൽ ഈ സമയത്ത് കൃഷ്ണന്റെ കയ്യിൽ നിന്ന് ആട്ടിക്കൊണ്ട് വരുൺ പഞ്ചറായി അവിടെ കിടക്കുകയാണ്. തുടർന്ന് വരുണ അച്ഛനും അമ്മാവനും എല്ലാം ചേർത്ത് പിടിച്ച് അവിടുന്ന് താങ്ങിയെടുത്ത് കൊണ്ടുപോവുകയാണ്. എന്നാൽ ഈ സമയത്ത് ധനലക്ഷ്മി പിന്നെ മനോജിനോട്, മനോജ് ചേട്ടാ, വരുണിന്റെ ശരീരത്തിൽ ഒടിയാത്തതായി ഇനി ഏതെങ്കിലും വലിയ ബാക്കിയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് വരുണെ താങ്ങിയെടുത്തുകൊണ്ട് വരുണിന്റെ വീട്ടുകാർ അവിടുന്ന് പോവുകയാണ്. എന്നാൽ ഈ സമയത്ത് കൺമണി ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. വരുണിന്റെ കാര്യം ഓർത്തല്ല, കൃഷ്ണന്റെ കാര്യം ഓർത്ത്. തുടർന്ന് ശ്രീനി കൺമണിയെ ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കുകയാണ്. തുറന്നു കാണിക്കുന്ന വരുണ് തന്നെയാണ്. വരുൺ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. അങ്ങനെ മൂന്നാം തവണ കൃത്യമായി കൃഷ്ണന്റെ കയ്യിൽ നിന്ന് തന്നെ അടി വാങ്ങി വരുൺ വീണ്ടും മൂന്നാം തവണ ആശുപത്രിയിൽ എത്തിയിരിക്കുകയാണ്. എന്നാൽ ഇത്തവണ ചന്ദ്രനിലേക്ക് പോകാൻ ഇറങ്ങിയ പോലെയാണ് വരുണിന്റെ മേത്ത് പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നത്. ഈ സമയത്ത് നേഴ്സ് വന്നിട്ട് വരുണെ കണ്ട്, ഓ താൻ വീണ്ടും വന്നോ, തനിക്ക് തന്നെയാണോ പണി എന്ന് ചോദിച്ചു വരുണെ കളിയാക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് വരുണിന്റെ കൂടെയുള്ള അമ്മാവൻ വരുണെ കളിയാക്കുകയാണ്. അങ്ങനെ ചോദിക്കാൻ നേഴ്സേ, ഞാൻ ഇവരോട് 100 തവണ പറഞ്ഞതാണ് കൺമണിയെ കല്യാണം കഴിക്കണ്ട എന്ന്. അപ്പുവൻ എന്നോട് വലിയ പുച്ഛമായിരുന്നു. ഇപ്പോൾ കൺമണിയെ കല്യാണം കഴിക്കാൻ പോയിട്ട് നല്ല 8ന്റെ പണി വാങ്ങിക്കിടന്നപ്പോൾ ഇവിടെ ഒരു സുഖം കിട്ടിക്കാണും എന്നൊക്കെ പറഞ്ഞ് വരുണെ കളിയാക്കുകയാണ് അമ്മാവൻ. എന്നാൽ അമ്മാവന്റെ കുറ്റപ്പെടുത്തലുകൾ കേട്ട് വരുൺ ദേഷ്യം വരികയാണ്. വരുൺ വീണ്ടും പല്ലും നഖവുമെല്ലാം കടിച്ചു പിടിച്ചു നിൽക്കുകയാണ്. പക്ഷെ സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. വായിൽ നിന്ന് ഗ്യാസ് മാത്രമേ പുറത്തു വരുന്നുള്ളൂ. തുറന്ന് അമ്മാവൻ പിന്നെ നേഴ്സിനോട്, ഇപ്പോൾ കല്യാണം മുടങ്ങി, അതെന്തായാലും ഒരു ആശ്വാസമാണെന്ന് പറയുമ്പോൾ നേഴ്സ് പിന്നെ അമ്മാവനോട്, അത് ശരിയാ, ആശ്വാസമായത് ഒരു പക്ഷെ ആ കൺമണിക്കായിരിക്കും എന്ന് പറയുകയാണ്. ഇയാളെ കല്യാണം കഴിക്കേണ്ടി വന്നില്ലല്ലോ. വരുന്നവരും പോകുന്നവരും വരുണെ കളിയാക്കിക്കൊണ്ട് അവിടുന്ന് പോവുകയാണ്. എന്നാൽ ഈ സമയത്ത് വരുണിന്റെ അമ്മാവൻ പിന്നെ വരുണിന്റെ അച്ഛനോട്, നമ്മുടെ വരുണ ആക്രമിച്ച അവന്റെ ഗതി എന്തായി കാണുമെന്ന് ചോദിക്കുകയാണ്. കൃഷ്ണന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും എന്ന് ചോദിക്കുകയാണ്. തുറന്ന് കാണിക്കുന്ന കൃഷ്ണൻ കൂട്ടിക്കൊണ്ട് പോലീസുകാർ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. തുറന്ന് അനിരുദ്ധ ആ കോൺസ്റ്റബിളിനോട് കൃഷ്ണന്റെ തലയിൽ കെട്ടിവെക്കാൻ പറ്റുന്ന അത്രയും കേസ് കെട്ടിവെച്ചോളാൻ പറയുകയാണ്. വധശ്രമം, ഗൂഢാലോചന, പീഡന ശ്രമം, തട്ടിക്കൊണ്ടുപോകൽ, അങ്ങനെ 100,000 കേസ് കൃഷ്ണന്റെ പേരിൽ എഴുതി ചേർക്കുകയാണ്. തുറന്ന് അനിരുദ്ധ പിന്നെ കൃഷ്ണനോട്, നീ എന്താടാ എന്നെ നോക്കി പേടിപ്പിക്കുന്നത്? നിന്നെ എന്റെ കയ്യിലൊന്ന് കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു. നിനക്ക് പ്രേമിച്ച പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കണമല്ലടാ വൃത്തികെട്ടവനെ എന്ന് ചോദിച്ചുകൊണ്ട് കൃഷ്ണ കുറ്റപ്പെടുത്തുകയാണ്. നീ നോക്കിക്കോ കൃഷ്ണ, ഇനി നീ ഇവിടുന്ന് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ കൺമണി വരുണുമായിട്ടുള്ള കല്യാണം നടക്കുമെന്ന് പറയുകയാണ്. അവരുടെ കല്യാണം കഴിഞ്ഞിട്ടേ നീ ഈ ജയിലിൽ നിന്ന് ഇറങ്ങൂ എന്ന് പറയുകയാണ്. അതിനിങ്ങി വരുൺ ഈ സീരിയൽ കഴിഞ്ഞാലും ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുമോ എന്ന കാര്യം സംശയമാണ്. എന്നാൽ ഈ സമയത്ത് കൃഷ്ണന് ജാമ്യം എടുക്കുന്നതിന് വേണ്ടി മഹി വരികയാണ്. തുറന്ന മഹിയെ കണ്ട അനിരുദ്ധ മഹിയോട് ദേഷ്യപ്പെടുകയാണ്. തുറന്ന മഹി പിന്നെ അനിരുദ്ധനോട്, അയ്യോ സാർ ഇതൊക്കെ വലിയ കാര്യമാക്കണോ എന്ന് ചോദിക്കുകയാണ്. വിട്ടുകളയാൻ പറയുകയാണ്. എന്നാൽ അത് കേട്ട് അനിരുദ്ധന് ദേഷ്യം വരികയാണ്. നീ ഇറങ്ങി പോടാ എന്ന് പറഞ്ഞ് മഹിയോട് ദേഷ്യപ്പെടുകയാണ്. തുറന്ന മഹി പിന്നെ അനിരുദ്ധനോട്, ഞങ്ങളുടെ വക്കീൽ ഇപ്പോൾ വരുമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് അനിരുദ്ധ, നിന്റെ വക്കീലിനെ കാത്തുക്കാനൊന്നും എനിക്ക് സമയമില്ല, ഇവനെ ഇപ്പോൾ തന്നെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വക്കീൽ വരുന്നതിന് മുന്നേ തന്നെ കൃഷ്ണനെ കൂട്ടിക്കൊണ്ട് അവിടുന്ന് പോകാൻ ഒരുക്കുമ്പോൾ മഹി അനിരുദ്ധനെ തടയുകയാണ്. എന്നാൽ അത് കണ്ട് ദേഷ്യം വന്ന അനിരുദ്ധ മഹിയെ തള്ളി മാറ്റുകയാണ്. ഇനി നീ ഇവിടെ കിടന്ന് ഡയലോഗ് അടിച്ചാൽ നിന്നെയും ഞാൻ പിടിച്ചകത്തിടുമെന്ന് പറഞ്ഞ് മഹിയെ ഭീഷണിപ്പെടുത്തുകയാണ് അനിരുദ്ധ. തുറന്ന് മഹിയെ തള്ളി മാറ്റിക്കൊണ്ട് അനിരുദ്ധ കൃഷ്ണനെ കൂട്ടിക്കൊണ്ട് അവിടുന്ന് പോവുകയാണ്. തുറന്ന് കാണിക്കുന്ന കല്യാണ വീടാണ്. കൺമണി വീടിന്റെ പുറത്ത് തലയ്ക്ക് കൈവച്ചുകൊണ്ടിരിക്കുകയാണ്. കൺമണിയുടെ മുന്നിൽ തന്നെ കൺമണിയുടെ 3 അമ്മായിമാരുമുണ്ട്. തുറന്ന് അമ്മായിമാര് പിന്നെ പരസ്പരം പറയുന്നത്, അങ്ങനെ കൃഷിണിയും അറസ്റ്റ് ചെയ്തു, വരുണിന്റെ കൈയും കാര്യം തല്ലിയൊടിച്ചു, വരുണും അകത്ത് പോയി. അങ്ങനെ കൺമണിയുടെ കല്യാണം മുടങ്ങിയിരിക്കുകയാണ്. ആർക്കും കൺമണിയെ കിട്ടിയില്ല എന്ന് പറയുകയാണ്. നമുക്ക് 101 പവൻ സ്വർണവും കിട്ടിയില്ല, സ്വർണ്ണ കനിയും കിട്ടിയില്ല, നമ്മളിങ്ങനെ എന്ത് ചെയ്യും അമ്മായിമാരെന്ന് ഇങ്ങനെ ചോദിച്ചു നിൽക്കുകയാണ് എല്ലാവരും. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് കളിച്ചു തുള്ളിക്കൊണ്ട് ധനലക്ഷ്മി വരികയാണ്. തുടർന്ന് ധനലക്ഷ്മി പിന്നെ കൺമണിയാണ് കുറ്റപ്പെടുത്തുന്നത്. നിനക്കിപ്പോൾ സമാധാനമായില്ലേ? മര്യാദയ്ക്ക് നല്ല കമ്പനിയെല്ലാം നോക്കി നടത്തിയ കൃഷിണിയും അകത്താക്കിയപ്പോൾ, ജയിലിനകത്താക്കിയപ്പോൾ നിനക്ക് സമാധാനമായില്ലേ എന്ന് ചോദിച്ച് കൃഷിന്റെ ഭാഗം പറഞ്ഞ് കൺമണിയെ ടോർച്ചർ ചെയ്യുകയാണ് ധനലക്ഷ്മി. മാനവും മര്യാദയ്ക്ക് ആ അലിക നോക്കി നടത്തിയ കൃഷിനെ നീ ഇപ്പോൾ പോലീസ് സ്റ്റേഷന്റെ അകത്താക്കി, ഇനി ശിഷ്ടകാലം പോലീസ് സ്റ്റേഷന്റെ അകത്താക്കിയില്ലടി എന്ന് ചോദിച്ചുകൊണ്ട് കുറ്റപ്പെടുത്തുകയാണ് കൺമണിയെ. നീ വരുണെ മാത്രമല്ല കൃഷിന്റെ ജീവിതവും നശിപ്പിച്ചു എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും കുറ്റപ്പെടുത്തുകയാണ്. കൃഷിന്റെയും വരുണിന്റെയും ജീവിതം നീ കോഞ്ഞാട്ടയാക്കിയില്ലേ, ആ കൃഷി ഇപ്പോൾ പോലീസിന്റെ അടി കൊണ്ട് ചാകുന്നുണ്ടാകുമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി ഒന്ന് പേടിച്ചു നിൽക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് ഇതെല്ലാം കേട്ട് ശ്രീനിക്ക് ദേഷ്യം വരികയാണ്. ശ്രീനി എഴുന്നേറ്റ് നിന്ന് ധനലക്ഷ്മിയെ വിളിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് കാട്ടകലിപ്പിൽ ധനലക്ഷ്മി പിന്നെ ശ്രീനിയോട് ദേഷ്യപ്പെടുകയാണ്. എല്ലാത്തിനും കാരണം നിങ്ങൾ ഒരാളാണെന്ന് പറഞ്ഞ് ശ്രീനിയെ കുറ്റപ്പെടുത്തുകയാണ്.
വളർത്തു ദോഷം എന്നൊക്കെ പറഞ്ഞ് ശ്രീനിയെ കുറ്റപ്പെടുത്തുകയാണ്. എന്നാൽ ഇത് കേട്ട് ഗോകുല് ദേഷ്യം വരികയാണ്. ഗോകുല് പിന്നെ അമ്മയെ വിളിച്ച് അമ്മ വെറുതെ അപ്പിയെ കുറ്റപ്പെടുത്തണ്ട എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ധനലക്ഷ്മിക്ക് ദേഷ്യം വരികയാണ്. മാറി നിൽക്കണ ചക്ക എന്ന് പറഞ്ഞുകൊണ്ട് ഗോകുലിനോട് ദേഷ്യപ്പെടുകയാണ്. തുടർന്ന് ധനലക്ഷ്മി നല്ല ദേഷ്യത്തിൽ കൺമണിയെ വിളിച്ച് മര്യാദയ്ക്ക് ഊരിത്താടി നിന്റെ സ്വർണ്ണങ്ങൾ എന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി ഞെട്ടി നിൽക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് കൺമണി ഒന്നും തന്നെ മിണ്ടുന്നില്ല. തുടർന്ന് ധനലക്ഷ്മി വേഗം തന്നെ ഗോകുലിനെ പിടിച്ചു വലിച്ചിട്ട് എടാ നീ ഇവളുടെ കാര്യത്തിൽ എങ്ങാനും ഇടപെട്ടാൽ നീ വിവരമറിയും എന്ന് പറഞ്ഞുകൊണ്ട് ഗോകുലിനെ നേരെ കൈ നീട്ടി ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പ കുപ്പ എന്ന് പറഞ്ഞ് ഇവൾക്കൊപ്പം നീ നിന്നെ കണ്ടാൽ അടിച്ചു നിന്റെ പുറം ഞാൻ പൊളിക്കും. തുടർന്ന് ധനലക്ഷ്മി വീണ്ടും കട്ടക്കലിപ്പിൽ പിന്നെ കൺമണിയുടെ മര്യാദയ്ക്ക് ഊരിത്താടി നിന്റെ സ്വർണ്ണങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് കൺമണിയുടെ കയ്യിലുള്ള വളകളെല്ലാം ബലമായിട്ട് ഊരിയെടുക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് അമ്മായിമാര് പരസ്പരം പിന്നെ പറയുന്നത് ഉവ്വ വരുണ്ടേ സ്വർണം ധനലക്ഷ്മിക്ക് ഉമ്മണി കിട്ടിയത് തന്നെ. അങ്ങനെ ധനലക്ഷ്മി കൺമണിയുടെ കയ്യിലുള്ള വളയും ആഭരണങ്ങളെല്ലാം ബലമായിട്ട് ഊരിയെടുക്കാൻ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ധനലക്ഷ്മി എന്ന് നീട്ടി വിളിച്ചുകൊണ്ട് മനോജ് കട്ടാക്കലിപ്പിൽ ബാഗെല്ലാം എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഈ സമയത്ത് മനോജിന്റെ കയ്യിൽ ബാഗ് കണ്ട് ധനലക്ഷ്മി പിന്നെ മനോജിനോട് മനോജ് ചേട്ടൻ ഇത് എങ്ങോട്ട് പോവുകയാണെന്ന് ചോദിക്കുകയാണ്. തുടർന്ന് മനോജ് പിന്നെ ധനലക്ഷ്മിയോട് നാളെ ഞാൻ ദുബായി പോകേണ്ടവനാണ്, ഇവളൊരുത്തി കാരണം എന്റെ അതും മുടക്കി എന്ന് പറഞ്ഞ് കൺമണിയെ കുറ്റപ്പെടുത്തുകയാണ് മനോജ്. തുടർന്ന് മനോജ് പിന്നെ കൺമണിയോട് എന്തിനാടി നീ എന്റെ പെങ്ങളായിട്ട് ജനിച്ചത്, നീ എന്തിനാടി എന്റെ ജീവിതം നശിപ്പിക്കുന്നതെന്ന് ചോദിച്ച് കൺമണിയെ കുറ്റപ്പെടുത്തുകയാണ്. തുടർന്ന് മനോജ് അതുകൊണ്ട് ഞാൻ ഇനി ഒരു നിമിഷം പോലും ഈ വീട്ടിൽ ഇനി നിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇറങ്ങി പോകാൻ പോവുകയാണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ധനലക്ഷ്മി പിന്നെ മനോജിനോട് അയ്യോ മനോജ് ചേട്ടാ പോകല്ലേ, മനോജ് ചേട്ടൻ ഇല്ലാതെ ഈ വീട്ടിൽ എനിക്ക് നിൽക്കാൻ പറ്റില്ല, മനോജ് ചേട്ടാ പോകല്ലേ മനോജ് ചേട്ടാ. തുടർന്ന് മനോജ് വീണ്ടും കൺമണിയെ കുറ്റപ്പെടുത്തുകയാണ്. എല്ലാത്തിനും കാരണം നീ ഒരാളാണെന്ന് പറഞ്ഞുകൊണ്ട് കൺമണിയെ കുറ്റപ്പെടുത്തുകയാണ്. എന്നാൽ ഇതും കേട്ടോണ്ടിരിക്കുന്ന അമ്മായിമാര് പിന്നെ പറയുന്നത് ബെസ്റ്റ് ഇവൻ ആള് കൊള്ളാലോ എന്നിങ്ങനെ പറഞ്ഞ് മനോജിനെ കളിയാക്കുകയാണ് അമ്മായിമാര് പരസ്പരം. തുടർന്ന് ശ്രീനി പിന്നെ മനോജിനെ വിളിച്ചിട്ട് എടാ മനോജ് നീ എന്താടാ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ മനോജ് പിന്നെ അച്ഛനോട് ദേഷ്യപ്പെടുകയാണ്. അച്ഛൻ മിണ്ടി പോകരുത്, എല്ലാത്തിനും കാരണം അച്ഛനാണെന്ന് പറഞ്ഞ് പിന്നെ ശ്രീനിക്ക് നേരെ തിരിയുകയാണ് മനോജ്. എനിക്കറിയാം ആ കൃഷ്ണനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് അച്ഛനാണ്, ഈ കല്യാണം മുടക്കാൻ കൃഷ്ണൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് അച്ഛനാണെന്ന് പറഞ്ഞാണ് അച്ഛനെ കുറ്റപ്പെടുത്തുന്നത്. തുടർന്ന് മനോജ് വീണ്ടും ധനലക്ഷ്മിയെ വിളിച്ചിട്ട് ധനലക്ഷ്മി ഞാൻ പോവുകയാണ്, ഞാൻ വീണ്ടും തമിഴ്നാട്ടിലേക്ക് പോവുകയാണെന്ന് പറയുകയാണ്. ഇതും പറഞ്ഞുകൊണ്ട് മനോജ് മുന്നിലേക്ക് നടക്കുമ്പോൾ ഗോകുൽ വന്നിട്ട് അച്ഛന്റെ കൈ പിടിക്കുകയാണ്. അയ്യോ അച്ഛാ പോകല്ലേ എന്ന് പറയുമ്പോൾ മനോജ് പിന്നെ ഗോകുലിനോട് അച്ഛൻ ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ലടാ മോനെ, എല്ലാം നിന്റെ അപ്പി ഉണ്ടാക്കിയ പ്രശ്നമാണെന്ന് പറയുകയാണ്. നിന്റെ അപ്പിയെങ്കിലും ഇവിടെ സന്തോഷത്തോടുകൂടി ജീവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കൺമണിയെ കളിയാക്കിക്കൊണ്ട് മനോജ് വീട്ടിൽ പോകാൻ മുന്നോട്ട് നടക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് കൺമണി വന്നിട്ട് മനോജിന്റെ കൈ പിടിക്കുകയാണ്. അയ്യോ ചേട്ടാ പോകല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തടയുകയാണ്. എന്നാൽ അത് കണ്ട് ദേഷ്യം വന്ന മനോജ് പിന്നെ നല്ല ദേഷ്യം പിന്നെ കൺമണിയോട് എന്റെ ദേഹത്ത് നീ തൊട്ട് പോകരുത്, എനിക്ക് ഇങ്ങനെ ഒരു അനീതിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നല്ല ദേഷ്യത്തിൽ കൺമണിയുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് മനോജ് അവിടുന്ന് പോവുകയാണ്. അങ്ങനെ ആദ്യമായിട്ട് മനോജ് ഒരു നല്ല കാര്യം ചെയ്തിരിക്കുകയാണ്. തുടർന്ന് മനോജ് പോയതിന്റെ ദേഷ്യം ധനലക്ഷ്മി കൺമണിയോട് തീർക്കുകയാണ്. എന്റെ താലി കെട്ടിയവനെ നീ വീട്ടിൽ നിന്ന് ഓടിപ്പിച്ചില്ലടി, എന്റെ കുടുംബം നീ നശിപ്പിച്ചില്ലടി എന്ന് പറഞ്ഞുകൊണ്ട് കൺമണിയെ ശപിക്കുകയാണ്. നീ നന്നാകില്ലടി, നീ നശിച്ചു പോകുമെന്ന് പറഞ്ഞ് കൺമണിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ശപിച്ചുകൊണ്ട് ധനലക്ഷ്മി കരഞ്ഞുകൊണ്ട് മനോജിന്റെ പുറകെ ഓടി ചെല്ലുകയാണ്. മനോജ് ചേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ ഈ സമയത്ത് അമ്മായിമാര് പിന്നെ പരസ്പരം പറയുന്നത് അങ്ങനെ മനോജും പോയി, ഇനി ആരൊക്കെയാണോ ഇവിടുന്ന് ഔട്ടാക്കാൻ പോകുന്നത്. എന്നാൽ ഈ സമയത്ത് കൺമണി പൊട്ടിക്കരയുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ആ കല്യാണ വേഷത്തിൽ കൺമണി സങ്കടപ്പെട്ടുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. തുടർന്ന് ശ്രീനി വീണ്ടും കൺമണി ചേർത്ത് പിടിച്ച് വീണ്ടും സമാധാനിപ്പിക്കുകയാണ്. തുറന്ന് കാണിക്കുന്ന അലിഗയുടെ ഓഫീസാണ്. മഹി ദേവ്ജിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. തുടർന്ന് ദേവ്ജി പിന്നെ മഹിയോട് എന്തായി കൃഷ്ണ കാര്യം എന്താ എന്ന് ചോദിക്കുമ്പോൾ മഹി പിന്നെ ദേവ്ജിയോട് അനിരുദ്ധാണ് കൃഷ്ണനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, റിമാൻഡ് ചെയ്ത് സബ് ജയിലിലേക്ക് അയച്ചു എന്ന് പറയുകയാണ്. ഞാൻ വക്കീലിനുമായിട്ട് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞപ്പോൾ അനിരുദ്ധ അതൊന്നും കേൾക്കാൻ തയ്യാറായില്ല. കൃഷ്ണനോട് പക വീട്ടുന്ന പോലെയാണ് ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്. ഇപ്പോൾ തന്നെ കൃഷ്ണന്റെ പേരിൽ ഒരുപാട് കേസുകളെല്ലാം ചേർത്തിട്ടുണ്ടെന്ന് പറയുകയാണ്. ഒക്കെ ഫാബ്രിക്കേറ്റഡ് കേസാണെന്ന് പറയുകയാണ്. കൃഷ്ണനോട് പക തീർക്കുകയാണെന്ന് പറയുകയാണ്. തുടർന്ന് ദേവ്ജി പിന്നെ മഹി ആശ്വസിപ്പിക്കുകയാണ്. നീ അതോർത്തൊന്നും വിഷമിക്കേണ്ട, നമുക്ക് വേണ്ട പോലെ ചെയ്യാമെന്ന് പറയുകയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, കൃഷി ജയിലിനകത്തായ കാര്യം ഒരു കാരണവശാലും സാഗർ അറിയാൻ പാടില്ല എന്ന് പറയുകയാണ്. സാഗർ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനിയിൽ ട്രീറ്റ്മെന്റിന് പോയ അവരുടെ ചികിത്സയെ ഇത് ബാധിക്കും. അതുകൊണ്ട് ഒരു കാരണവശാൽ ഈ കാര്യങ്ങളൊന്നും അവരറിയാൻ പാടില്ല എന്ന് പറയുകയാണ്. അതുപോലെ തന്നെ മാനസിയും ആന്റിയമ്മയും ഈ കാര്യം അറിയാൻ പാടില്ല എന്ന് പറയുകയാണ്. അവര് വല്ലതും ചോദിച്ചാൽ കൃഷി വല്ല ട്രിപ്പിന് പോയതായിരിക്കുമെന്ന് പറഞ്ഞാൽ മതി. തുറന്നു കാണിക്കുന്ന സബ് ജയിലിലെ സൂപ്രണ്ട് സഹദേവനെയാണ്. സഹദേവൻ ഫോൺ എടുത്തിട്ട് സുമിത്രയാണ് ഫോൺ വിളിച്ച് പറയുന്നത്, മാഡത്തിന് സന്തോഷിക്കാനുള്ള ഒരു വക കിട്ടിയിട്ടുണ്ടെന്ന് പറയുകയാണ്. അല്പസമയം കഴിഞ്ഞാൽ ഇങ്ങോട്ട് കൃഷി വരുമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേൾക്കുമ്പോൾ ബാലുവിന് സുമിത്രയ്ക്ക് സന്തോഷമാവുകയാണ്. തുടർന്ന് സഹദേവൻ പിന്നെ സുമിത്രയോട് പറയുന്നത്,
കൃഷി വന്നു കഴിഞ്ഞാൽ ഞാൻ കൃഷ്ണനെ എവിടെയായിരിക്കും താമസിപ്പിക്കുക എന്ന് മാഡത്തിന് അറിയുമോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ കൃഷ്ണനെ ബലരാമന്റെ സെല്ലിനകത്താക്കുമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് സുമിത്ര ഒന്ന് ചിരിക്കുകയാണ്. തുടർന്ന് സുമിത്ര പിന്നെ ജയദേവനെ അഭിനന്ദിക്കുകയാണ്. നീ മിടുക്കനാടാ എന്ന് പറഞ്ഞ് അഭിനന്ദിക്കുകയാണ്. അവർ രണ്ടുപേരും ആ സെല്ലിനകത്ത് അടികൂടി പരസ്പരം അടിച്ചു ചാകട്ടെ എന്ന് പറയുകയാണ് സുമിത്ര. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ഭാഗ്യശ്രീ വരികയാണ്. ഭാഗ്യശ്രീയെ കണ്ട് വേഗം തന്നെ സുമിത്ര ഫോൺ കട്ട് ചെയ്ത് ഫോൺ ഒളിപ്പിക്കുകയാണ്. തുടർന്ന് ഭാഗ്യശ്രീ പിന്നെ അമ്മയോട് പിന്നെ പറയുന്നത്, ഞാൻ ഇപ്പോൾ ചേട്ടനെ ജാമ്യം എടുക്കുന്നതിന് വേണ്ടി ചേട്ടനെ കാണാൻ പോവുകയാണ്. ചേട്ടന് ഞാൻ തന്നെ ജാമ്യം എടുക്കും അമ്മേ, അതിന് നിങ്ങളുടെ സമ്മതം എനിക്ക് വേണമെന്ന് സുമിത്രയോട് ആവശ്യപ്പെടുകയാണ്. എന്നാൽ അത് കേട്ട് സുമിത്രയും ബാലുവും ഭാഗ്യശ്രീയെ ഒന്ന് കളിയാക്കുകയാണ്. കൊള്ളാലോ, ഇന്ന് കാക്ക മലർന്ന് പറക്കുമെന്ന് പറഞ്ഞ് ഭാഗ്യശ്രീയെ കളിയാക്കുകയാണ്. കഴിഞ്ഞ ദിവസം നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ പറഞ്ഞത്, ചേട്ടൻ ജയിലിൽ കുറെ നാൾ കിടക്കട്ടെ എന്നൊക്കെയല്ലേ പറഞ്ഞത്, എന്നിട്ട് ഇപ്പോൾ എന്താണ് നീ ഇങ്ങനെ മാറ്റി പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ ഭാഗ്യശ്രീ പിന്നെ അമ്മയോട് പിന്നെ പറയുന്നത്, എനിക്കിപ്പോൾ ചേട്ടന്റെ കാര്യം ഓർക്കുമ്പോൾ സഹതാപം മാത്രമാണ് തോന്നുന്നത്. കാരണം ചേട്ടനെ ഇപ്പോൾ എന്റെ ശരിക്കുമുള്ള ചേട്ടനല്ല, അമ്മയുടെ സ്വന്തം മകനല്ല, എന്നിട്ടും ചേട്ടൻ നമുക്ക് വേണ്ടിയാണ് ഇപ്പോഴും ജീവിക്കുന്നത്. എനിക്കത് ഓർക്കുമ്പോൾ, അത് ചിന്തിക്കുമ്പോൾ ചേട്ടന്റെ കാര്യത്തിൽ കൂടുതൽ സഹതാപമാണ് തോന്നുന്നത്. എനിക്ക് മുന്നത്തെക്കാട്ടും ചേട്ടനോട് ഇപ്പോൾ ഇഷ്ടം കൂടിയിട്ടേയുള്ളൂ എന്ന് പറയുകയാണ്. അതുകൊണ്ട് ഞാൻ എന്റെ ചേട്ടന് ജാമ്യം എടുക്കാൻ പോവുകയാണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് സുമിത്ര പിന്നെ ഭാഗ്യശ്രീയോട്, അതൊന്നും നീ അന്വേഷിക്കേണ്ട കാര്യമില്ല എന്ന് പറയുകയാണ്. നിന്റെ ചേട്ടനെ ആ ഷൺമുഖം വക്കീൽ ജാമ്യം എടുത്തോളും എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ഭാഗ്യശ്രീക്ക് ദേഷ്യം വരികയാണ്. ഷൺമുഖം എന്റെ ചേട്ടന് ജാമ്യം എടുക്കണ്ട എന്ന് പറയുകയാണ്. ബലരാമന്റെ കാര്യം നോക്കാൻ ഞാൻ ഏർപ്പാടാക്കിയ വക്കീലുണ്ടെന്ന് സുമിത്ര ഭാഗ്യശ്രീയുടെ മുഖത്തടിച്ച പോലെ പറയുകയാണ്. എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന ഭാഗ്യശ്രീ ശരി കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നല്ല ദേഷ്യത്തിൽ ഭാഗ്യശ്രീയും അവിടുന്ന് പോവുകയാണ്. തുടർന്ന് സുമിത്രയും ബാലുവും പിന്നെ പരസ്പരം പറയുന്നത്, ഇന്ന് ആ ജയിലിനകത്ത് വെച്ച് ഒരു വലിയൊരു അടി നടക്കും, ബലരാമനും കൃഷും നേർക്ക് നേർ ഏറ്റുമുട്ടും, ചേട്ടനും അനിയനും ആ ജയിലിനകത്ത് വെച്ച് തന്നെ അടിച്ച് ചാകുമെന്ന് പറയുകയാണ്. നമുക്കത് നേരിട്ട് കാണാനുള്ള ഭാഗ്യമില്ലാതെ പോയല്ലോ ബാലു എന്നൊക്കെ പറയുകയാണ് സുമിത്ര. തുറന്നു കാണിക്കുന്ന ബലരാമനാണ്. ബലരാമൻ ആ ജയിലിനകത്ത് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്വപ്നം കാണുന്ന മറ്റൊന്നുമല്ല, സുജാതയെ കുറിച്ച്, സാഗറിനെ കുറിച്ചാണ് ബലരാമൻ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നത്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് സഹദേവൻ വരികയാണ്. തുടർന്ന് സഹദേവൻ പിന്നെ ബലരാമനോട് ബോറടിച്ചിരിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ബലരാമൻ, അല്ലാതെ പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ലേ ഈ ജയിലിനകത്ത്, അതുകൊണ്ട് എനിക്ക് നല്ലൊരു ബോറടി ഉണ്ടെന്ന് പറയുമ്പോൾ സഹദേവൻ പിന്നെ ബലരാമന്റെ ബോറടിയേക്കാൻ ഞങ്ങൾ ഇപ്പോൾ മാറ്റിത്തരാമെന്ന് പറയുകയാണ്. ബലരാമന് കൂട്ടായിട്ട് ഒരാൾ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ബലരാമൻ അതാരാണെന്ന് ചോദിക്കുമ്പോൾ സഹദേവൻ അതൊരു സസ്പെൻസ് ആയിരിക്കട്ടെ എന്ന് പറയുകയാണ്. ബലരാമൻ തന്നെ നേരിട്ട് കണ്ടോളൂ എന്ന് പറയുകയാണ്. ഇതും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് കൃഷ്ണ വരുത്തുകയാണ്. തുടർന്ന് കൃഷ്ണ പതുക്കെ ഇങ്ങനെ നടന്നു വരികയാണ് ആ ജയിലിന്റെ അകത്തേക്ക്. തുടർന്ന് കൃഷ്ണ ആ ജയിലിന്റെ ഡോർ തുറന്ന് അകത്തേക്ക് കയറുകയാണ്. എന്നാൽ ഈ സമയത്ത് കൃഷ്ണ കണ്ട് ബലരാമൻ ശരിക്കൊന്ന് ഞെട്ടുകയാണ്. ആ ഞെട്ടലിൽ ബലരാമൻ വേഗം തന്നെ ചാടി എഴുന്നേൽക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് കൃഷ ജയിലിനകത്തേക്ക് കയറിയതിനു ശേഷമാണ് മുന്നോട്ട് നോക്കുന്നത്. ഈ സമയത്ത് തന്റെ മുന്നിൽ നിൽക്കുന്ന ബലരാമനെ കണ്ട് കൃഷ് ഒന്ന് ഞെട്ടി നിൽക്കുകയാണ്. തുടർന്ന് ബലരാമൻ പിന്നെ കൃഷ്ണ കണ്ട്, കൃഷ് നീ എന്താണ് ഇവിടെ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ദേഷ്യം എന്ന കൃഷി പിന്നെ ബലരാമനോട്, ഞാൻ ഇങ്ങോട്ട് വന്നത് നിന്നെ പോലെ തോന്നിവാസം കാണിച്ചിട്ടല്ല, ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിന് വേണ്ടി പൊരുതിയത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്. പക്ഷെ എനിക്ക് ഇപ്പോൾ അതിൽ യാതൊരു കുറ്റബോധവുമില്ല. നിന്നെ പോലെ ഒരു ചതിനെ ഈ സെല്ലിനകത്ത് വെച്ച് തീർക്കുന്നതിന് വേണ്ടിയായിരിക്കും ഈശ്വരൻ എന്നെ ഇങ്ങോട്ട് അയച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് കൃഷി ബലരാമന്റെ കഴുത്തിന് ഇങ്ങനെ കുത്തിപ്പിടിച്ച് കഴുത്തിന്റെ അളവെടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് ബലരാമൻ തിരിച്ചൊന്നും തന്നെ ചെയ്യുന്നില്ല. നീ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്ന രീതിയിൽ ഇങ്ങനെ നിന്നു കൊടുക്കുകയാണ്. ഈ സമയത്ത് കൃഷി തന്റെ ദേഷ്യമെല്ലാം ഇങ്ങനെ തീർക്കുകയാണ്. ബലരാമന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഇങ്ങനെ തീർക്കുകയാണ്. നീ ഒരു ചതിയനാണ്, വിശ്വാസ വഞ്ചകനാണ്, നീ വലിയൊരു ക്രിമിനലാണ് എന്നും പറഞ്ഞുകൊണ്ട് കൃഷി തന്റെ ദേഷ്യം ഇങ്ങനെ തീർക്കുകയാണ്. എന്നാൽ ഈ സെല്ലിനകത്തുള്ള ഒച്ചയും ബഹളും കേട്ട് അങ്ങോട്ടേക്ക് ഒരു കോൺസ്റ്റബിൾ ഓടി വരികയാണ്. തുടർന്ന് കോൺസ്റ്റബിൾ വരുമ്പോൾ കൃഷും ബലരാമനും ഇങ്ങനെ വഴക്കടിക്കുന്നതാണ് കാണുന്നത്. കൃഷി ബലരാമന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് നിൽക്കുന്നതാണ് ആ കോൺസ്റ്റബിൾ കാണുന്നത്. തുടർന്ന് കോൺസ്റ്റബിൾ വേഗം തന്നെ ആ സെല്ലിനകത്തേക്ക് കയറി രണ്ടുപേരും പിരിക്കുകയാണ്. മാറി നിൽക്കുക. തുറന്ന് കൃഷ്ണ ബലരാമന്റെ കഴുത്തിലെ പിടിവിടുകയാണ്. തുറന്ന് ആ കോൺസ്റ്റബിൾ പിന്നെ കൃഷ്ണനോടും ബലരാമനോടും പിന്നെ പറയുന്നത്, നിങ്ങളൊക്കെ വലിയ പുള്ളികളായിരിക്കും എന്ന് കരുതി ഇതിനകത്ത് വെച്ച് വല്ല പട്ടിഷോ കാണിക്കാനാണ് ഉദ്ദേശമെങ്കിൽ രണ്ടിന്റെയും ചവിട്ടി നടു ഓടിക്കുമെന്ന് പറഞ്ഞ് രണ്ടുപേരെയും പേടിപ്പിച്ചുകൊണ്ട് ആ കോൺസ്റ്റബിൾ അവിടുന്ന് പോവുകയാണ്. തുടർന്ന് കോൺസ്റ്റബിൾ അവിടുന്ന് പോയ ശേഷം കൃഷി പിന്നെ ബലരാമന്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പിന്നെ പറയുന്നത്, നീ ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് നിനക്ക് യാതൊരു ഉദ്ദേശവും വേണ്ട എന്ന് പറയുകയാണ്. നിന്നെ ഞാൻ ഇതിനകത്ത് വെച്ച് തീർത്തിരിക്കുമെന്ന് പറഞ്ഞ് ബലരാമനെ ഭീഷണിപ്പെടുത്തുകയാണ് കൃഷ്. തുടർന്ന് കോൺസ്റ്റബിൾ നേരെ പോകുന്ന സഹദേവന്റെ അടുത്തേക്കാണ്. തുടർന്ന് സഹദേവനോട് ആ സെല്ലിനകത്ത് വെച്ച് രണ്ടുപേരും അടികൂടി ചാകാൻ പോവുകയാണെന്ന് പറയുമ്പോൾ സഹദേവൻ പിന്നെ കോൺസ്റ്റബിളിനോട്, അതിനു വേണ്ടി തന്നെയാണ് കൃഷ്ണന് ഞാൻ ബലരാമന്റെ സെല്ലിനകത്തേക്ക് വിട്ടതെന്ന് പറയുകയാണ്. രണ്ടുപേരും അതിനകത്ത് വെച്ച് അടികൂടി ചാകട്ടെ എന്ന് പറയുകയാണ്.
കൃഷ്ണൻ ആരായിരിക്കും ജാമ്യം എടുത്തു കൊടുക്കുക? ബലരാമന്റെ സഹോദരി ഭാഗ്യശ്രീ ആയിരിക്കുമോ? തുറന്നു കാണിക്കുന്ന കൺമണിയാണ്. കൺമണി ഫോൺ എടുത്തിട്ട് ദേവ്ജിയെ വിളിക്കുകയാണ്. കൃഷ്ണന്റെ കാര്യം എന്തായി എന്ന് അറിയുന്നതിന് വേണ്ടിയാണ് ദേവ്ജിയെ വിളിക്കുന്നത്. തുറന്ന് ദേവ്ജി പിന്നെ കൺമണിയോട് കൃഷ്ണനെ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കി സബ് ജയിലിലേക്ക് അയച്ചിരിക്കുകയാണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേൾക്കുമ്പോൾ കൺമണി തകരുകയാണ്. തുറന്ന് ദേവ്ജി പിന്നെ കൺമണിയോട് സത്യത്തിൽ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ്. തുറന്ന് കൺമണി അവിടെ ഉണ്ടായ കാര്യങ്ങളെല്ലാം ദേവ്ജിയോട് പറയുകയാണ്. കൺമണി കൃഷും എന്തായാലും അധികം വൈകാതെ ഒന്നിക്കും, നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടു കൂടി ഒന്നിച്ച് ജീവിക്കുമെന്ന് പറയുകയാണ്. പക്ഷെ അതിന് കുറച്ച് നാൾ നിങ്ങൾ കാത്തിരിക്കേണ്ടി വരുമെന്നും കൂടി പറയുകയാണ്. തുറന്ന് ദേവ്ജി പിന്നെ കൺമണിക്ക് ഒരു ധൈര്യം കൊടുക്കുകയാണ്. നമ്മൾ കൃഷ്ണനെ എന്തായാലും പുറത്തിറക്കിയിരിക്കും കൺമണി എന്ന് പറയുകയാണ്. എന്നാൽ അത് കേൾക്കുമ്പോൾ കൺമണി എനിക്ക് പേടിയാകുന്നു ദേവ്ജി എന്ന് പറയുമ്പോൾ പിന്നെ ദേവ്ജി പിന്നെ കൺമണിയോട് മറ്റാര് പേടിച്ചാലും കൺമണി ഒരിക്കലും പേടിക്കാൻ പാടില്ല, കൺമണിക്ക് വേണ്ടിയാണ് കൃഷി ഇപ്പോൾ ജയിലിൽ പോയതെന്നും കൂടി പറയുകയാണ്. ഇതും പറഞ്ഞുകൊണ്ട് ദേവ്ജി ഫോൺ കട്ട് ചെയ്യുകയാണ്. എന്നാൽ ഈ സമയത്ത് കൺമണി കൃഷ്ണന്റെ കാര്യം ഓർത്ത് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് കലിച്ചു തുള്ളിക്കൊണ്ട് ധനലക്ഷ്മി വരികയാണ്. കൺമണിയുടെ അടുത്തേക്കാണ് ധനലക്ഷ്മി വരുന്നത്. നീ ആർക്കാടി ന്യൂസ് ചോർത്തി കൊടുത്തതെന്ന് ചോദിച്ചുകൊണ്ടാണ് ധനലക്ഷ്മി അങ്ങോട്ടേക്ക് കലിച്ചു തുള്ളിക്കൊണ്ട് വരുന്നത്. നോക്ക്, വരുൺ ആശുപത്രിയിലാണ്, നിന്റെ കൃഷി ആണെങ്കിൽ ജയിലിനകത്തും. നീ എത്ര കുടുംബങ്ങളെ ആടിയാ വഴിയാധാരമാക്കിയത്? ഇതും പറഞ്ഞുകൊണ്ട് ധനലക്ഷ്മി കൺമണിയെ കുറ്റപ്പെടുത്തുകയാണ്. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.